Hello guys, welcome back to Motoslaver. ഇന്ന് ഹിമാലയയിലെ ചെയിൻ സ്പ്രോക്കറ്റും ഫിറ്റ് ചെയ്യുന്നതാണ്. റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ് ഇപ്രാവശ്യം ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പുതിയ ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റും ചെയിനൊക്കെയാണ്. ഇപ്പോൾ 8 mm സ്പാനർ വെച്ച് എൻ്റെ ഫ്രണ്ടിലെ സ്പ്രോക്കറ്റിൻ്റെ കവർ അയച്ചിട്ടുണ്ട്. ബാക്ക് ടയർ ഇപ്പോൾ ഓൾറെഡി ഊരി വെച്ചേക്കാണ്. അത് പഴയ വീഡിയോയിലുണ്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചക്കുറവുണ്ട്, അതൊന്ന് എല്ലാവരും ക്ഷമിക്കണം. ഇതാണ് ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ്. ഇത് മാറിയിട്ട് പുതിയ റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും ഇടുന്ന വീഡിയോ ആണിത്. വെളിച്ചം കുറവാണ് ഗൈസ്. ഈ സി ക്ലാമ്പ് എന്തിനെടുത്ത് വെച്ചാൽ ഇതിന് സ്പ്രോക്കറ്റ് ഫ്രീ ആയിട്ട് കറങ്ങുന്ന കാരണം അതൊരു ഉടക്കി വെക്കാൻ വേണ്ടി സി ക്ലാമ്പ് അത് വെച്ചേക്കുന്നത്. സി ക്ലാമ്പ് വെക്കുമ്പോൾ നെറ്റ് മാത്രമായിട്ട് ഊരിങ്ങി പോരും, ഫുള്ളായിട്ട് കറങ്ങില്ല. 30 mm ബോക്സ് പാനർ സോക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നെട്ടാണ്, അതിൻ്റെ നെട്ട് ഊരിയെടുത്തേക്കാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. WD-40 വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യണത്. ഓൾറെഡി ഗ്രീസും മണ്ണും പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണത്. ഇതാണ് ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ്. ഏകദേശം തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതതിൻ്റെ സ്റ്റോപ്പിങ്ങുള്ള വാഷറാണ്, സ്റ്റോപ്പർ വാഷറാണത്. WD-40 വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക. ഫുള്ള് ഗ്രീസും ചെയിൻ ലൂബൊക്കെയാണ് അതിലിരിക്കുന്നത്. റസ്റ്റിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് റോളോൻ്റെ പുതിയ ഫ്രണ്ട് സ്പ്രോക്കറ്റാണ്. അത് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതും സി ക്ലാമ്പ് അതിൽ പിടിപ്പിച്ചിട്ട് നെട്ടിട്ട് ടൈറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. 30 mm ബോക്സ് പാനറാണ് ടൈറ്റ് ചെയ്യേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പഴയ ചെയിനാണ്, വണ്ടിയിലുള്ള ചെയിനാണ് ഇത് പഴയത്. അതിൻ്റെ ചെയിൻ ലിങ്കിൻ്റെ ലോക്ക് ഊരുകയാണ്. സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി എടുത്താൽ മതി. ചെയിൻ ലിങ്കിൻ്റെ ലോക്ക് ഇപ്പോൾ ഊരി പോന്നിട്ടുണ്ട്. വലിച്ച് പുറത്തെടുക്കുക. ഇതാണ് ആ ലോക്ക്. ചെയിൻ ലിങ്കിൻ്റെ ലോക്ക് ഊരി പോന്നാൽ ഒരു സൈഡിലേക്ക് വലിച്ച് തള്ളിയെടുത്താൽ മതി.
ഇതാണ് ലിങ്കിൻ്റെ ബാക്കി പാർട്സുകൾ. പഴയ ചെയിൻ പുറത്തേക്ക് ഊരിയെടുക്കുകയാണ്. റോളൻ തന്നെ പുതിയ ചെയിൻ ഇടുകയാണ്. ഇതാണ് പുതിയ ചെയിൻ ലിങ്ക്. ചെയിൻ അതിൻ്റെ അകത്ത് 2 ചെയിനും കയറ്റി വെച്ചിട്ട് ഓറിങ് ഉണ്ടാവും റബ്ബറിൻ്റെ ഓറിങ് അതിലേക്ക് വെക്കുക. ചെയിൻ ലോക്ക് അതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. റബ്ബറിൻ്റെ ഓറിങ് അതിലേക്ക് വെച്ചിട്ടുണ്ട് 2 എണ്ണം. ചെയിൻ ലോക്ക് അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റിയാൽ മതി. ലൈറ്റ് കുറവായ ഒരു ടോർച്ച് വെച്ചാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ലോക്ക് അതിൻ്റെ അകത്തേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. യെസ്, ലോക്ക് പ്രോപ്പറായിട്ട് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രൂഡ്രൈവർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ലൂസായിട്ടുണ്ടോ, ഫുള്ളായിട്ട് കയറിയിട്ടുണ്ടോ എന്ന്. യെസ്, ഈ ബാക്ക് വീൽ സ്പ്രോക്കറ്റ് പഴയത് ഊരുകയാണ്. ഇത് വീലിൽ വരുന്ന ഭാഗമാണ്. 14 ബോക്സ് സ്പാനറാണ് ഇതിന് വേണ്ടത്. ഊരി എടുക്കുക. എല്ലാ നെട്ടും ബോൾട്ടും ഇതിൻ്റെ ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് പുതിയത് സ്പ്രോക്കറ്റ് റോളൻ്റെ കൊണ്ട് പുതിയ ബാക്ക് വീൽ സ്പ്രോക്കറ്റ് അതിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുക. റോളോൻ്റെ കുറച്ചുകൂടി ലൈഫ് കിട്ടുന്ന ചെയിൻ സ്പ്രോക്കറ്റാണ്. അതിനാവശ്യമായിട്ടുള്ള ചെയിൻ അടിയൊന്നും ഇതിനില്ല. ഒരു ലീനിയറായിട്ടുള്ള ഒരു റൊട്ടേഷനാണ് ഇതിനെപ്പോഴും ചെയിൻ്റെ ഭാഗത്തുനിന്ന്. ലോക്ക് ടൈറ്റ് വെച്ചിട്ട് ഒഴിച്ചിട്ട് വേണം നെട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യാൻ.
ഒരു കാരണവശാലും ലൂസാകാൻ പാടില്ലാത്തതാണ്. പുതിയ സ്പ്രോക്കറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഫുൾ എല്ലാ നെട്ടും ബോൾട്ടും ഇതിൽ ടൈറ്റ് ചെയ്യുക. സ്പ്രോക്കറ്റ് വെയറിങ് മാറിയ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരത് കാണുക. ഇത് റബ്ബറിൻ്റെ കുഷ്യനാണ്. ഇത് വീൽ ഹബിൻ്റെ അകത്ത് വരുന്നതാണ്. സ്പ്രോക്കറ്റും വീൽ ഹബും പ്രോപ്പറായിട്ട് ടൈറ്റായിട്ട് ഇരിക്കാൻ ഉള്ളതാണ്. ഒരു സ്പേസർ പോലെയാണ് വരുന്നത്. വീൽ ഹബ് ഇതിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. റബ്ബറിൻ്റെ കുഷ്യൻ ഗ്രീസ് അതിലേക്ക് വെക്കുന്നുണ്ട്. ബാക്ക് വീലിലെ സ്പ്രോക്കറ്റ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്തത് തിരിച്ച് അതിലേക്ക് വെക്കുകയാണ്. തിരിച്ച് വീലും സ്പ്രോക്കറ്റും വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ചെയിൻ ടൈറ്റ്നസും ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ലൂബ് ചെയ്യുക ചെയിൻ. വീൽ അസംബ്ലി ടൈറ്റ് ചെയ്യുക.